നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. PSCയിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യനെങ്കിലും വരുന്ന ഒരു ടോപ്പിക്കാണ് ആവറേജ്. അപ്പം തീർച്ചയായും ഒരു മാർക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഉറപ്പിക്കാം. ആവറേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുലയും ഈ ഒരു ഫോർമുല പല രീതിയിലാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് PSCക്ക് നിങ്ങളോട് ചോദിക്കുന്നത്. ഈ ഒരു ഫോർമുലയേ ഉള്ളൂ ബേസിക്കായിട്ട്. അപ്പം ഇത് പഠിച്ചാൽ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ കഴിയും. പക്ഷേ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പം ഫോർമുല ഇതാണ്: ശരാശരി അഥവാ ആവറേജ് ഇസ് ഈക്വൽ ടു സംഖ്യകളുടെ തുക ബൈ എണ്ണം. ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. എന്നിട്ട് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ച് ഈ ഒരു ഫോർമുലയിൽ തന്നെ വേറെ ഫോർമുലാസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യകളുടെ തുക ബൈ എണ്ണമാണ്. അപ്പം സംഖ്യകളുടെ തുക അഥവാ സം ഓഫ് ഓൾ നമ്പേഴ്സ്, തരുന്ന എല്ലാ നമ്പേഴ്സിൻ്റെ സമ്മ് ബൈ എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതാണ് ടോട്ടൽ കൗണ്ട് ഓഫ് ഓൾ നമ്പേഴ്സ്. എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ട് അതാണ് ടോട്ടൽ കൗണ്ട് ഓഫ് ഓൾ നമ്പേഴ്സ്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. ശരാശരി കണ്ടെത്തുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 30, 25, 40, 10, 15. അപ്പം ആവറേജിൻ്റെ ഫോർമുല എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? സം ഓഫ് ഓൾ നമ്പേഴ്സ് ബൈ ടോട്ടൽ കൗണ്ട്. അപ്പം നമ്മൾ ആദ്യം സം ഓഫ് ഓൾ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. 30, 25, 40, 10, 15 ഇങ്ങനൊന്ന് എഴുതി കൂട്ടാൻ വേണ്ടിയിട്ട് എക്സാംസിനൊന്നും നിൽക്കരുത്. PSCക്കൊക്കെ അതിനാണ് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ പറയുന്നത്. കാരണം ഇങ്ങനെ എഴുതി കൂട്ടിയൊക്കെ വരുമ്പോഴത്തേന് സമയം അങ്ങ് പോകും. അപ്പം ബൈ ഇനിയും ടോട്ടൽ കൗണ്ട് ഓഫ് ഓൾ നമ്പേഴ്സ്, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന്. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5. ടോട്ടൽ 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണിത്? 30, 25, 40, 10, 15 കൂടെ വരുമ്പോൾ എത്ര വരും? 120 വരും. 120 ബൈ 5 എത്രയാണ് ഉത്തരം? 24. അടുത്ത ചോദ്യം: 10 സംഖ്യകളുടെ ശരാശരി കാണുമ്പോൾ ഒരു കുട്ടി 42 എന്നതിനു പകരം 24 എന്നെഴുതി ശരാശരി 27 എന്ന് കിട്ടി. എങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര? ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് PSCക്ക് നമ്മുടെ എക്സാംസിന് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഏതാണെന്ന് വെച്ചാൽ ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണമാണ്. പക്ഷെ നമുക്കിവിടെ എന്ത് ചെയ്യണം? യഥാർത്ഥ ശരാശരി കാണണമെങ്കിൽ ആദ്യം തുക കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് പറയാം. അപ്പം ഈ തുക എങ്ങനെ കണ്ടുപിടിക്കാം? ശരാശരിയുടെ ഇക്വേഷനിൽ തന്നെ കണ്ടുപിടിക്കാം. തുക ഇവിടെയാണ്. അപ്പം ഈ ശരാശരിയിൽ തുക എങ്ങനെ കാണാം? തുക ഈസ് ഈക്വൽ ടു ശരാശരി ഇൻറ്റു എണ്ണം. ഇത് രണ്ടുകൂടെ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 10 സംഖ്യകളുടെ ശരാശരി കാണുമ്പോൾ ഒരു കുട്ടി 42 എന്നതിന് പകരം 24 എന്ന് എഴുതി. അപ്പം ശരാശരി 27 എന്ന് കിട്ടി. അപ്പം നമുക്കിവിടെ ആദ്യം എന്ത് കാണണം എന്നറിയോ? സം ഓഫ് ഓൾ നമ്പേഴ്സ്, അതാണ് തുക. ഈ തുക ആദ്യം കാണണം. എങ്ങനെയാണ് തുക കാണുന്നത്? ശരാശരി ഇൻറ്റു എണ്ണമാണ്. അപ്പം ഇപ്പം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ശരാശരി എത്രയാണ്? 27 ആണ്. ഈ 27 ആകെ എണ്ണം, ആകെ എത്ര സംഖ്യകളാണുള്ളത്? 10 സംഖ്യകൾ. അപ്പം നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ശരാശരി, ഇവിടെ നമുക്ക് യഥാർത്ഥ ശരാശരിയാണ് കാണേണ്ടത്. അപ്പം തന്നിരിക്കുന്നത് തെറ്റായ ശരാശരിയാണ്. ഈ തെറ്റായ ശരാശരിയിൽ നിന്ന് ശരിയായ ശരാശരി കാണണം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തുക, സം ഓഫ് ഓൾ നമ്പേഴ്സ് ആണ് കാണേണ്ടത്. അപ്പം തുക ഈസ് ഈക്വൽ ടു ശരാശരി ഇൻറ്റു എത്രയാണ്? ടോട്ടൽ കൗണ്ട്. ഇവിടെ 10 സംഖ്യയാണ്. അപ്പോൾ 27.5 ഇൻറ്റു 10 ചെയ്യും. നമുക്ക് എത്ര ഉത്തരം കിട്ടിയേക്കുന്നത്? 275 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ശരാശരി ശരിയല്ല. കാരണം എന്താണ്? 27.5 കിട്ടിയത് എപ്പോഴാണ്? 42 എന്നുള്ള ഒരു സംഖ്യ 24 എന്ന് എഴുതിയപ്പോഴാണ്. ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ള ശരാശരി ആവറേജ് കാണണം. അതിന് എന്ത് ചെയ്യണം? ഇപ്പം യഥാർത്ഥ ശരാശരി കാണണമെങ്കിൽ ഈ കിട്ടിയ തുകയിൽ നിന്ന് തെറ്റായ നമ്പറിനെ മൈനസ് ചെയ്യണം. -24 പ്ലസ് ശരിയായ നമ്പറിനെ പ്ലസ് ചെയ്യണം. 275 നിന്ന് കിട്ടിയ തുകയിൽ നിന്ന് തെറ്റായ നമ്പറിനെ മൈനസ് ചെയ്ത് ശരിയായ നമ്പറിനെ പ്ലസ് ചെയ്യണം. കാരണം നമുക്കറിയാം തുകയിലാണ് എല്ലാ നമ്പേഴ്സും ആഡ് ആവുന്നത്. അപ്പം അതിൽ നിന്ന് തെറ്റിയതിനെ മൈനസും ചെയ്ത് ശരിയായിട്ടുള്ളതിനെ പ്ലസും ചെയ്യുമ്പം കറക്റ്റ് തുകയിൽ വന്നത് നിൽക്കും.
ഓക്കെ, അപ്പം 275 മൈനസ് 24 പ്ലസ് 242 293 ആണ്. അപ്പം ഇതാണ് ഇപ്പോൾ കറക്റ്റായ തുക. നമ്മൾ തന്നിരിക്കുന്ന ശരാശരിയിൽ നിന്നും എണ്ണത്തിൽ നിന്നും ഒക്കെ ആദ്യം ഒരു തുക കണ്ടുപിടിക്കും. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു തുക കണ്ടുപിടിക്കുന്നത്? നമുക്ക് തെറ്റുള്ളതിനെ മൈനസ് ചെയ്ത് ശരിയുള്ളതിനെ പ്ലസ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറക്റ്റായിട്ടുള്ള ആവറേജ് കാണുന്നത്. കറക്റ്റായിട്ടുള്ള ആവറേജിന് എന്ത് ചെയ്യണം? ഈ 293നെ കറക്റ്റ് തുക ബൈ ടോട്ടൽ നമ്പേഴ്സ്. അപ്പോൾ 293/10 നമുക്ക് എത്ര ഉത്തരം കിട്ടി? 29.3 എന്ന ഉത്തരം കിട്ടി. അടുത്തത് ഈ ഒരു പാറ്റേണിലുള്ള സെയിം ക്വസ്റ്റ്യൻ PSCക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ബോട്ടിൽ 10 ജോലിക്കാരുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 10 പേരുണ്ട്. അതിൽ 53 കിലോഗ്രാം ഭാരമുള്ള ഒരാളെ മാറ്റി, അപ്പം 53 കിലോ ഉള്ള ഒരാളെ മാറ്റി പകരം വേറെ ആളെ വെച്ചപ്പോൾ ജോലിക്കാരുടെ ശരാശരി ഭാരം എന്നാണ് അത് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്, സോറി. ഭാരം 1.8 കിലോഗ്രാം വർദ്ധിച്ചു. 1.8 കിലോഗ്രാം വർദ്ധിച്ചു. എപ്പോഴാണ്? 53 കിലോഗ്രാം ഭാരമുള്ള ഒരാളെ മാറ്റി ഒരു പുതിയ ആളെ എടുത്തു. ഇപ്പോഴവിടെ കൂടുവാണ്. 53 കിലോയിൽ നിന്ന് വീണ്ടും 1.5 കിലോഗ്രാം കൂടുതലുള്ള ഒരാൾ വന്നു. അങ്ങനെയെങ്കിൽ പുതുതായി വന്ന ആളുടെ ഭാരം എത്ര? എന്നാണ് ചോദ്യം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. ശരാശരി ഭാരത്തിൽ 1.8 കിലോഗ്രാം വർദ്ധിച്ചു. എത്രയാണോ ശരാശരി അതിൽ 1.8 കിലോഗ്രാം കൂടെ കൂടി. അപ്പം നമുക്ക് എന്താണ് അറിയേണ്ടത്? ആദ്യം കൂടിയ ഭാരം എത്ര എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം കൂടിയ ഭാരം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? കൂടിയ ഭാരം 1.8 കിലോഗ്രാം അല്ലേ കൂടിയത്? ശരാശരിയിൽ 1.8 കിലോഗ്രാം കൂടിയെന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ തുക = ശരാശരി × എണ്ണം ഒരു പർട്ടിക്കുലർ ഫോർമുല നമ്മൾ കഴിഞ്ഞ കണക്കിൽ പഠിച്ചു. അതേ ഫോർമുലയാണ്. പക്ഷെ ഇവിടെ ചെയ്തു നോക്കുന്ന വേറൊരു കാര്യം കണ്ടെത്താൻ എന്നുള്ള രീതിയുള്ളൂ. അപ്പം ഇവിടെ ശരാശരി 1.8 ആണ് കൂടിയത് ഇൻറ്റു എത്രയാണ് ടോട്ടൽ എണ്ണം? 10. അപ്പം നമുക്ക് 18 കിട്ടി. അതായത് ഈ 18 എന്തിൽ വർദ്ധിച്ചത്? ശരാശരിയിൽ 18 വർദ്ധിച്ചത് അല്ലേ? അപ്പോൾ ഈ 18 ശരാശരിയിൽ വർദ്ധിച്ചതിൻ്റെ കാരണം എന്താണ്? പുതിയ ആൾ വന്നപ്പോൾ. അപ്പോൾ പുതിയ ആൾക്ക് എന്താണ്? 18 കിലോയുടെ കൂടുതലാണ്. അത്രയല്ലേ ഉള്ളൂ. അപ്പം ഇവിടെ എന്ത് ചെയ്യണം? 53 ഉള്ളതിൽ നിന്നാണ് 18 കൂടെ കൂടിയത്. അപ്പോൾ 53 + 18 ആയിരിക്കും എന്ത്? ഉത്തരം. 53 + 18 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അത് 71 ആണ്. അപ്പം ഒന്നുകൂടെ പറയാം. 1.8 കിലോഗ്രാം ഭാരം ഓൾറെഡി ഉള്ളതിൽ നിന്ന് വർദ്ധിച്ചു. അപ്പോൾ വർദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വർദ്ധിച്ചത് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് വർദ്ധിച്ചത് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ആ തുക = ശരാശരി × എണ്ണം എന്ന് പറയുന്ന അതേ ഫോർമുല ഇവിടെ വേറെ രീതിയിൽ അപ്ലൈ ചെയ്തു. കൂടിയ ഭാരം = 1.8 × 10. 1.8 എന്ന് പറഞ്ഞാൽ കൂടിയ ശരാശരി × എണ്ണം എന്ന് ഓർത്താൽ മതി. കൂടിയ ഭാരം കാണാൻ കൂടിയ ശരാശരി × എണ്ണം. ഇനി ആ 18 53 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയപ്പോഴാണ് 18 കിലോഗ്രാം 1.8 കിലോഗ്രാം ഭാരം കൂടെ കൂടുതലുള്ള ഒരാൾ വന്നത്. അപ്പോൾ ഈ 53ൽ നിന്ന് 18 കൂട്ടിയാലുള്ളതായിരിക്കുമല്ലോ വന്ന ആളുടെ ഭാരം. അപ്പോൾ എത്രയാണ് ഭാരം? 71 ഭാരം. 71 കിലോഗ്രാം കേട്ടോ. കിലോഗ്രാം യൂണിറ്റ് എഴുതാൻ മറന്നതാണ്. 71 കിലോഗ്രാം. PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും ഒക്കെ ഒരു ഈസി വേ കാണും അത് കണ്ടുപിടിക്കാൻ. അതായത് നമ്മുടെ സമയം ലാഭം വരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അതിൽ കാണും. അപ്പം തുടരെയുള്ള ചോദ്യങ്ങളിൽ ആവറേജിൽ നിന്നൊക്കെയുള്ള തുടരെയുള്ള ചോദ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ചോദ്യമാണ് 1 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ആവറേജ് എത്ര, അല്ല 1 മുതൽ 105 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ആവറേജ് എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും ശരാശരി എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പം നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? നമുക്ക് കറക്റ്റായിട്ട് ആവറേജ് നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് എഴുതി 1 മുതൽ 105 വരെയൊക്കെ എഴുതി ശരാശരി കാണും. പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി അതല്ല. അതിനൊക്കെ ഓരോ ഈക്വേഷൻസ് ഉണ്ട്. ഒറ്റ സംഖ്യയ്ക്കും ഇരട്ട സംഖ്യയ്ക്കും എണ്ണൽ സംഖ്യകൾക്കും. അപ്പം നമ്മൾ ആദ്യം ഈ ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പം ആദ്യത്തെ ഇക്വേഷൻ 1 മുതൽ തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n തന്നെയായിരിക്കും. അതായത് ഇവിടെ ഒരു കാര്യമുണ്ട്, തുടർച്ച എന്ന വാക്കുണ്ട്. 1, 3, 5, 7, 9. അതായത്
1 to n വരെയുള്ള എത്ര വരെയാണോ അത്രയും ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര ആയിരിക്കും? ആ ലാസ്റ്റ് നമ്പർ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഓഡ് നമ്പേഴ്സ് എഴുതുക 1 to 25 അല്ലെങ്കിൽ 1 to 27, 1 to 27 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ ശരാശരി എത്രയായിരിക്കും? അവിടെ കണക്ക് കൂട്ടി ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ അപ്പം തന്നെ ഓർത്ത് അപ്പം തന്നെ പറയണം എത്രയാണ് അവിടെ. 27 തന്നെ ആയിരിക്കും. പക്ഷേ അവിടെ തുടർച്ചയായിരിക്കണം. 1, 3, 5, 7 എന്ന് എഴുതിയിട്ട് പിന്നെ 9 ഇല്ല 11 ഉള്ളെങ്കിൽ അവിടെ 27 എഴുതാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുമുണ്ട് 1, 3, 5, 7, 9, 10, 25 n ഒറ്റസംഖ്യ, 25 വരെയുള്ള ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര തന്നെ ആയിരിക്കും? 25 തന്നെ ആയിരിക്കും. അതിപ്പോൾ എത്രയോ വലിയ നമ്പറാണല്ലോ. 105, എത്രയാണ് 107, 1 to 107 ഒറ്റസംഖ്യകളുടെ എത്രയാണ് ശരാശരി എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി എഴുതിക്കോണം എത്രയാണ് 107. ഓക്കെ, അപ്പം അത് നമ്മൾ പഠിച്ചു. അടുത്തത് ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സിൻ്റെ കേസ് പഠിക്കാം. ഈവൻ നമ്പേഴ്സിന് ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട്. n+1 ആയിരിക്കും. 2, 4, 6, 8, 10, 12, 14, 16 എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് 286, വേണ്ട 286 ഒക്കെ വളരെ ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു 1,00,000 പിടിക്കാം. 1 to 1 lakh വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എത്രയാണ് ശരാശരി? അപ്പോൾ എന്ത് ചെയ്താൽ മതി? എത്ര വലിയ നമ്പറാണെങ്കിലും ഇരട്ട സംഖ്യകളാണെങ്കിലും തുടർച്ചയുണ്ടെങ്കിൽ, തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് 2, 4, 6, 8 എന്നും പറഞ്ഞിട്ട് 1 2 2 ആദ്യത്തെ ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക. ആദ്യത്തെ 1,00,000 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 1,00,000 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയെന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പം അവിടെ എന്ത് ചെയ്താൽ മതി? 1,00,000 എന്നുള്ളത് ഒരു ഇരട്ട സംഖ്യയല്ലേ. 1 + 1 lakh, 1 lakh and 1 അതായിരിക്കും അവിടുത്തെ ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഈവൻ നമ്പേഴ്സിൻ്റെ ശരാശരി അല്ലെങ്കിൽ അവിടുത്തെ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഇരട്ട സംഖ്യകളുടെ ആവറേജ്. നമുക്കൊരു ചോദ്യം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2, 4, 200 എത്രയാണ് ഇതിൻ്റെ ആവറേജ് എന്നൊരു ചോദ്യം വരും. നമുക്ക് സമയമില്ല, അതുകൊണ്ട് ഇരുന്ന് എണ്ണി പറക്കിയെടുത്ത് ശരാശരി കാണാൻ നിൽക്കരുത്. എന്ത് ചെയ്താൽ മതി? 200 + 1 = 201 എന്നാണ് അതിൻ്റെ ആൻസർ. മനസ്സിലായോ? ഇവിടെ തുടർച്ച വേണം. 2, 4, 6, 8 തന്നെ വേണം. 2 കഴിഞ്ഞ് 6 ആണ്. അപ്പം നിങ്ങൾ പറയുകയാണ് 2 കഴിഞ്ഞ് 6 ആണല്ലോ, 4 അത് 6 ഈവൻ നമ്പർ ആണല്ലോ എന്നുള്ളതല്ല. 2, 4, 6, 8 അങ്ങനെ തന്നെ പോകണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒറ്റസംഖ്യ പഠിച്ചു, ഇരട്ടസംഖ്യ പഠിച്ചു. ഇനി നമുക്ക് എണ്ണൽ സംഖ്യ പഠിക്കണം. എണ്ണൽ സംഖ്യയ്ക്കും ഉണ്ട്. എങ്ങനെയായിരിക്കും? 1 to n, അതായത് എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അത് എത്രയാണോ അത്രയും വരെ പോകുന്നത് ഉള്ളതിനെ എണ്ണെന്ന് പറഞ്ഞു. കാരണം ബിക്കോസ് 100 ആണെങ്കിൽ അതുവരെയുള്ള ശരാശരി എത്ര ആയിരിക്കും? 100 + 1/2, 101/2 എന്നായിരിക്കും. അതിൻ്റെ ആൻസർ ആയിരിക്കും 50.5. ഏതായാലും നമുക്ക് അതിൻ്റെ ഒരു ചോദ്യം നോക്കാം. എങ്ങനെയായിരിക്കും അത് വരുന്നത്? ആൻസർ ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഇനി നമുക്ക് വേറൊരു പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതും PSCക്ക് വന്ന ഒരു പാറ്റേൺ ആണ്. റിലേറ്റീവ് ആവറേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്: ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് x km/h വേഗതയിലും തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് y km/h വേഗതയിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്ര? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം ഓർമ്മ വരും അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? ഇത് സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈമിൽ വരുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ ഇത് ആവറേജുമായിട്ടും ബന്ധമുള്ള ചോദ്യമാണ്. കാരണം അവിടെ ആവറേജാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒരു തവണ കിട്ടിയതാണ് ഇതുപോലത്തെ ഒരു ചോദ്യം. പക്ഷെ ഞാൻ വിചാരിച്ചതെന്ന് സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈമിൽ നിന്ന് വന്ന ചോദ്യം എന്നാണ്. പക്ഷേ ശരാശരിയിൽ നിന്നാണ് ശരിക്കും ഇത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ബിക്കോസ് ശരാശരി വേഗതയല്ല ചോദിച്ചേക്കുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് x km/h വേഗതയിൽ പോയി. എയിൽ നിന്ന് ബിയിലേക്ക്, എ എന്ന് പറഞ്ഞ ഒരു പോയിൻ്റാണ്, ബി എന്ന് പറഞ്ഞ ഒരു പോയിൻ്റാണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പുള്ളി പോയത് x km/h വേഗതയിലാണ്. തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് അതേ പോയിന്റിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വന്നത് y km/h വേഗതയിലാണ്. രണ്ടും ഡിഫറെൻറ്റ് സ്പീഡിലാണ് പോയതും വന്നതും. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ അയാളുടെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരാശരി വേഗത അഥവാ എന്താണ് ചോദിച്ചിരിക്കുന്നത്?
ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് പോയ സ്പീഡ് x km/h, തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് വന്ന സ്പീഡ് y km/h. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളുടെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് കാണുന്നത്? 2xy/x+y, 2 × x × y/x+y ചെയ്താൽ മതി. അപ്പം നമുക്കൊരു ചോദ്യം ചെയ്യാം അല്ലേ. അനു കൊല്ലത്ത് നിന്ന് കൊച്ചിയിലേക്ക് 20 km/h വേഗതയിലും, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം, കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് 30 km/h വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എത്ര? ശരാശരി വേഗത എത്ര? അനു കൊല്ലത്തു നിന്ന് കൊച്ചിയിലേക്ക് 20ഉം ഈ കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്കും 30ഉം. അപ്പം ആണെങ്കിൽ ശരാശരി വേഗത എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക്, ഇവിടെ എ എന്ന് പറയുന്നത് കൊല്ലവും ബി എന്ന് പറയുന്നത് നമുക്ക് കൊച്ചിയായിട്ട് എടുക്കാം. തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടുത്തെ എൻ്റെ ഒരു എന്താ പറയുക, ഈ ഇക്വേഷനുമായിട്ട് സാമ്യം വരുത്താൻ വേണ്ടി ചെയ്യുന്നത്. എക്സ് എന്നും വൈ എന്നും ആണെങ്കിലും കുഴപ്പമില്ല, എ എന്നും ബി എന്നും ആണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും ഇപ്പം നിങ്ങൾ ഇതൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇക്വേഷൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പം എയും ബിയും കൊല്ലം കൊച്ചിയൊക്കെ മനസ്സിലായല്ലോ. അപ്പം ആദ്യം എ ടു ബി എത്രയാണ്? 20 km/h. ഓക്കെ, അടുത്തത് ബി ടു എ, അതെ, കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് എത്ര? 30 km/h. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേഗത കിട്ടി. നമുക്കിനി ഇക്വേഷൻ അപ്ലൈ ചെയ്താലോ? ഓക്കെ, ഇക്വേഷൻ എന്താണ്? 2xy/x+y. ഇവിടെ 2 × x എത്രയാണ്? 20 × 30/x+5. 20 + 30 എത്രയാണ്? 50. ഓക്കെ, 4, 2 × 4 8, 8 × 3 എത്രയാണ്? 24 km/h ആണ് ഇതിൻ്റെ ഉത്തരം. 2 × x അപ്ലൈ ചെയ്തു, y അപ്ലൈ ചെയ്തു. 50 ഞാനിവിടെ ഡയറക്റ്റ് എടുത്ത് എഴുതാം, നിങ്ങൾക്ക് സംശയം തോന്നല്ലേ. 20 + 30 ആണ് 50 ഞാനിവിടെ എഴുതിയത് കേട്ടോ. അപ്പോൾ ഉത്തരം എത്ര കിട്ടി? 24 km/h ഉത്തരം കിട്ടി. വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ. എയും ബിയും ഒന്നും അറിയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എക്സിന്ന് വൈയിലേക്കും വൈന്ന് എക്സും ആണേ, രണ്ടും സെയിം പോയിൻറ്റ്സ് ആണ് കേട്ടോ. ആ പോയിൻറ്റ്സ് എപ്പോഴും സെയിം ആയിരിക്കണം, x ടു വൈയും y ടു എക്സും. ഓക്കെ, നമ്മൾ കുറേ ഇക്വേഷൻസ് പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? ശരാശരി കണ്ടുപിടിക്കാൻ, ശരാശരിയിൽ നിന്ന് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന്, അതുപോലെ തന്നെ 1 മുതൽ തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n ആയിരിക്കുമെന്നും ഇരട്ടസംഖ്യ n+1 ആയിരിക്കുമെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി n എണ്ണൽ സംഖ്യയുടെ ആണെങ്കിൽ n+1/2 ആണെന്ന് പഠിച്ചു. ഇനി PS ചോദിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരി എത്രയാണെന്ന്, അതായത് സ്ക്വയറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ എന്ന എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരി. 1 സ്ക്വയർ ടു 10 സ്ക്വയർ തന്നാൽ നമ്മൾ ഇരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയല്ല വേണ്ടത്, അതിന് നമുക്കൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല വെച്ചിട്ട് നമ്മളത് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതിനെന്ത് വേണം? നമുക്ക് ഫോർമുല അറിയണം. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താണ്? n+1 × 2n+1/6. പഠിക്കാൻ ഇച്ചിരി പാടാൻ തോന്നും, ഒന്നുമില്ല, നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പം ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരി എത്രയാണ്? n+1 × 2n+1/6 ആണ്. ഓക്കെ, നമ്മളിത് ഓർത്ത് വെക്കാനുള്ള ഒരു വഴിയുണ്ട്, ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓർക്കുകയും ചെയ്യും. അടുത്തത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി. നമ്മൾ പഠിച്ചത് സ്ക്വയർ ആണ്, 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ ആണെങ്കിൽ അതുപോലെ തന്നെ ക്യൂബുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമുക്ക് ക്വസ്റ്റ്യൻസ് വരും 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ അപ് ടു 10 സ്ക്വയറിൻ്റെ ശരാശരി കാണുക, 1 ക്യൂബ്, 2 ക്യൂബ് അപ് ടു 10 ക്യൂബിൻ്റെ ശരാശരി കാണുക. വളരെ എളുപ്പമല്ലേ ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ. അങ്ങനെ ക്യൂബിൻ്റെ ആണെങ്കിൽ n × n+1/2 ദ ഹോൾ സ്ക്വയർ ബൈ 4 ആണ് ഇക്വേഷൻ. n × n+1 ദ ഹോൾ സ്ക്വയർ ബൈ n × n+1 ദ ഹോൾ സ്ക്വയർ ബൈ 4 ആണ് ഇക്വേഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 24 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരി. ഇവിടെ ഒരു കാര്യമുണ്ട്,
ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കണം. ആദ്യത്തെ 24 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് വായിച്ചാൽ തീർന്നില്ല, ആൻസർ തെറ്റത്തില്ലേ? ചിലപ്പോൾ അതിൻ്റെ ആൻസർ PSC തരും, നമ്മളത് കറപ്പിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ 24 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് 24 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അപ് ടു 24 സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ n എത്രയാണ്? 24 ആണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ ആദ്യമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇക്വേഷൻ എഴുതി തന്നെ പഠിക്കണേ. n+1 × 2n+1/6. അപ്പം 24 + 1 × 22 × 24 എത്രയാണ്? 48 + 1 49/6. 25 × 49/6 എന്ന് വരും. ഉത്തരം 204.166 എന്നാണ്. ഞാനിവിടെ റൗണ്ട് ഓഫ് ചെയ്ത് 204.2 എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന്. എളുപ്പമല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരിയുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം: ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി. അതാണ് അടുത്ത ചോദ്യം. അപ്പം നമ്മൾ സ്ക്വയറിൻ്റെ പഠിച്ചു, വർഗ്ഗങ്ങളുടെ പഠിച്ചു, ഇനി നമ്മൾ ക്യൂബിൻ്റെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണേ ഇതിൻ്റെ. ഓക്കെ, അപ്പം എങ്ങനെയാണ്? ആദ്യം നമുക്ക് ഇക്വേഷൻ എല്ലാം എഴുതണ്ടേ. ഇക്വേഷൻ എന്താണ്? n × n+1 the whole square by 4 എന്നാണ് ഇക്വേഷൻ. n × n+1 the whole square by 4 ഇക്വേഷൻ. ഇവിടെ n എത്രയാണെന്ന് അറിഞ്ഞാൽ സംഭവം സിമ്പിളായി. n എത്രയാണ്? 8. കാരണം ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം എത്രയാണോ നമ്പർ പറഞ്ഞത് ആ നമ്പർ ആ എന്നിലേക്ക് അങ്ങ് കൊടുത്താൽ മതി. ഇവിടെ 8 ആയതുകൊണ്ട് 8 ആണ് n. ഇനി നമ്മൾ ഇക്വേഷനിലോട്ട് ഇടുവാണ്. 8 × 8+1 the whole square by 4. അപ്പോൾ എത്ര വരും? 8 × 9 square by 4. ഇവിടെ 9 സ്ക്വയർ ഒന്ന് എഴുതി പെട്ടെന്ന് അങ്ങനെ 9 × 9 ഒന്ന് എഴുതി കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കല്ലേ. 4 × 8 2 2 × 81 എത്രയാണ്? 162. മനസ്സിലായില്ലേ? അപ്പം കാൽക്കുലേഷനിൽ സ്പീഡ് വരേണ്ടി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. എപ്പോഴും നമ്മളൊരു ഇക്വേഷൻ കാണാതെ പഠിച്ചു പോയിട്ട് നമ്മളത് അവിടെ ചെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ഇക്വേഷൻ മറന്നു പോകുന്നൊരു രീതിയുണ്ട്. എല്ലാവർക്കും ഉള്ളതാണ്. എനിക്കിതൊക്കെ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവങ്ങളാണ് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. അതായത് ഇക്വേഷൻസ് മാത്രം കാണാതെ പഠിച്ചുകൊണ്ട് പോവുക, നമ്മൾ അവിടെ ചെന്നിട്ട് കണക്ക് കൂട്ടാൻ നിന്നാൽ പോരെ, PSC അല്ലേ ഇത്ര കണക്കുകളെ വരത്തുള്ളൂ, സമയം കിട്ടാഴികയൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഇപ്പം എന്താണ്? കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നടന്ന ഓഫീസ് അറ്റൻഡൻറ്റ് 10th ലെവൽ പ്രിലിംസിന് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, എക്സാമിന് സമയം കിട്ടിയില്ല, മാത്സിലൂടെ ചെയ്ത് നോക്കാൻ സമയം കിട്ടിയില്ല. ക്വസ്റ്റ്യൻസ് സിമ്പിളായിരുന്നു, പക്ഷേ കണക്ക് കൂടാൻ കുറച്ചുണ്ടായിരുന്നു അതിനകത്ത് എന്ന് പറയുന്ന പോലെക്ക് അങ്ങനെ ഒരു സംഭവം വരരുത്. ചെയ്തു പഠിക്കുക. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കുന്നതിന് എന്താ ഇത്ര പ്രയാസം? അതുപോലെ തന്നെ ഫോർമുലാസ് ഒക്കെ എവിടെയെങ്കിലും നമ്മുടെ മൊബൈലിൽ, ഇപ്പോൾ ഏറ്റവും എല്ലാവരും യൂസ് ചെയ്യുന്ന മൊബൈലല്ലേ, മൊബൈലിലൊക്കെ എവിടെയെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് ഒക്കെ ഇട്ട് നിങ്ങൾ എപ്പോഴും നോക്കണം. നമ്മൾ യൂട്യൂബ് കാണുമ്പോൾ ഇടയ്ക്ക് ഇതോടൊക്കെ നോക്കുമ്പോൾ നമുക്കതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. ഓക്കെ, ചോദ്യം ഒരു രസകരമായ ചോദ്യമാണ്. രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമിന് വന്നതാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഇതിൽ ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ, അയ്യോ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതെന്താ ഇങ്ങനൊരു ചോദ്യമേ തെറ്റാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ട്രിക്കുണ്ട്. ഈ ട്രിക്ക് തന്നെ ഇതുപോലത്തെ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും പറ്റൂ. അപ്പോൾ നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: 11 സംഖ്യകളുടെ ശരാശരി 21 എത്രയാണ്? 11 സംഖ്യകളുടെ ശരാശരി 21. എല്ലാ സംഖ്യകളുടെയും കൂടെ 6 കൂട്ടിയാൽ കിട്ടുന്ന പുതിയ ശരാശരി. ചോദ്യം ശ്രദ്ധിച്ചോ? 11 സംഖ്യകൾ തന്നിട്ടില്ല. ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞിട്ടില്ല, ആദ്യത്തെ ഒറ്റ സംഖ്യയെന്നോ ഇരട്ട സംഖ്യയെന്നോ ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഇത്രയും കാര്യമുള്ളൂ. 11 സംഖ്യകളുടെ ശരാശരി 21. എന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ സംഖ്യകളുടെയും കൂടെ 6 കൂട്ടിയാൽ ഒരു പുതിയ ശരാശരി കിട്ടും. ആ ശരാശരി എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചെഴുതണം. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പം ഇതെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും? അതായത് ആദ്യം നോക്കേണ്ടത് ഇപ്പോഴത്തെ ശരാശരി എത്രയാണെന്ന്. 21 അല്ലേ? 21 ഇപ്പോഴത്തെ ശരാശരി. അപ്പം ഇനി പുതിയ ശരാശരി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി?
ഇവിടെ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 11 സംഖ്യകളുടെ ശരാശരി 21 അതിൻ്റെ എല്ലാ സംഖ്യകളുടെ കൂടെയും 6 കൂട്ടുന്നുണ്ടെന്ന്. എല്ലാ സംഖ്യകളുടെ കൂടെ 6 കൂട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ ടോട്ടൽ 6 അല്ലേ, ആവറേജിലും 6 അല്ലേ കൂടേണ്ടത്, കാരണം എല്ലാ സംഖ്യകളുടെ കൂടെ 6 കൂട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 21 + 6 ചെയ്താൽ 27 കിട്ടും. ഇതാണ് ഉത്തരം. വളരെ സിമ്പിളാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. 11 സംഖ്യയുടെ ശരാശരി തന്നിട്ടുണ്ടല്ലോ, ഉണ്ട്. ഇനി എല്ലാ സംഖ്യകളുടെ കൂടെ 6 കൂട്ടിയാൽ, അപ്പം എല്ലാ ഈ 11 സംഖ്യകളിൽ ഓരോ സംഖ്യകളുടെ എക്സും വൈയും ഇസഡും എയും ബിയും സിയും ആണെങ്കിൽ +6 +6 +6 +6 +6 +6 ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനോടും +6 ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആവറേജ് ചെയ്യുമ്പോൾ ആവറേജിൻ്റെ ഉത്തരം കിട്ടുമ്പോഴും ഇപ്പം എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കൂടെ ഒരു 6 കൂട്ടിയാൽ ആവറേജും കൂടത്തില്ലേ. എന്തായാലും +6 ചെയ്യുമ്പോൾ ആവറേജിനും +6 അല്ലേ വരുന്നത്. അപ്പം 21 + 6 27 ആയിരിക്കും ആൻസർ. അടുത്തൊരു ചോദ്യം ഞാൻ വായിക്കാം, കാരണം ആ ഒരു ചോദ്യം എൻ്റെ നോട്ടിൽ നിന്ന് പകർത്തി പേപ്പറിലോട്ട് എഴുതാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പം ആ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, നിങ്ങളത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്തിടുക. എന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. എന്തായാലും ക്വസ്റ്റ്യൻ ആൻസർ സോൾവ് ചെയ്ത് തരും, അത് പഠിപ്പിക്കുന്നതായിരിക്കും. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് എഴുതിയിടുക. പതുക്കെ പറയത്തുള്ളേ. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു കുടുംബത്തിലെ 7 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 7 പേരുടെ ശരാശരി വയസ്സ് 21. ക്വസ്റ്റ്യൻ: ഒരു കുടുംബത്തിലെ 7 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 7 പേരുടെ ശരാശരി വയസ്സ് 21 എങ്കിൽ കുട്ടി ജനിക്കുന്നതിന് തൊട്ടു മുൻപ് ആ കുടുംബത്തിലെ ശരാശരി വയസ്സ് എത്ര? ക്വസ്റ്റ്യൻ വളരെ രസകരവുമാണ്, സിമ്പിളും അല്ല, ഇച്ചിരി പാടുമാണ്. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു കുടുംബത്തിലെ 7 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 7 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 7 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 7 പേരുടെ, അപ്പോൾ 7 വയസ്സുള്ള കുട്ടിയും കൊണ്ട് ബാക്കി ഒരു 7 പേരുടെ അവരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 21 ശരാശരി, കേട്ടോ. എങ്കിൽ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപ് ആ കുടുംബത്തിലെ ശരാശരി, ഇങ്ങനെയാണെങ്കിൽ 7 വയസ്സുള്ള കുട്ടിയും ബാക്കി 7 പേരുടെ ശരാശരി 21 ആണെങ്കിൽ ആ കുട്ടി ജനിക്കുന്നതിന് മുൻപ് ഉള്ള ആ കുടുംബത്തിലെ ശരാശരി വയസ്സ് എത്ര? അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ നമുക്ക് എന്തുമാത്രം കണ്ടാൽ മതി, ആ 7 വയസ്സുള്ള കുട്ടിയുടെ ഇല്ലാത്ത ശരാശരി കാണുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. കാരണം ക്വസ്റ്റ്യൻ എന്താ, 7 വയസ്സുള്ള കുട്ടി ജനിക്കുന്നതിന് മുൻപുള്ള ശരാശരിയാണ്. ഇത് 7 വയസ്സുള്ള കുട്ടിയും കൂടെ ജനിച്ചിട്ടുള്ള ശരാശരി 21. അപ്പം സത്യത്തിൽ നമുക്ക് എന്തു മതി, ഈ 7 പേര് മാത്രമുള്ള ശരാശരി മാത്രം മതി. അങ്ങനെ അത് കിട്ടിയാൽ ആൻസറാണ്. മനസ്സിലായില്ലേ? 7 വയസ്സുള്ള കുട്ടിയെ ഒഴിവാക്കി ബാക്കി 7 പേരുടെ ശരാശരി എന്താണെന്നാണ് ചോദ്യം. പക്ഷേ ക്വസ്റ്റ്യൻ ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടും നമ്മളെ കുറച്ച് കുഴപ്പിക്കാനും തന്നിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. എന്ത് ചെയ്യണം എന്നറിയാമോ? ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ആദ്യം കുടുംബത്തിലെ ആകെ വയസ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആകെ വയസ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ശരിക്കും ആകെ വയസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ അതെന്താ ആകെ വയസ്സ്? അതാണ് തുക, ടോട്ടൽ സം തുകയാണ് നമ്മൾ കാണുന്നത്. തുക എങ്ങനെയാണ് കാണുന്നത്? ശരാശരി ഇൻറ്റു എണ്ണത്തിലാണ് നമ്മൾ തുക കാണുന്നത്, കേട്ടോ. തുക = ശരാശരി ഇൻറ്റു എണ്ണം. അപ്പോൾ ഇവിടെ ശരാശരി എത്രയാണ്? നിങ്ങൾ നോക്കി പറയൂ. 21. ടോട്ടൽ എത്ര പേരുടെയാണ് നമ്മൾ ഇപ്പം കണ്ടിരിക്കുന്ന 7. അപ്പോൾ 147 ആയിരിക്കും ഇപ്പോഴത്തെ ടോട്ടൽ തുക. ഇനിയും ഇവർ പറഞ്ഞേക്കുന്ന എന്താണ്? 6 വയസ്സുള്ള കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപ് ആ കുടുംബത്തിലെ ശരാശരി എത്രയെന്നാണ്. 6 വയസ്സുള്ള കുട്ടി ജനിക്കുന്നതിന് മുൻപുള്ള ശരാശരി. ാണ് ഇതിനകത്ത് ട്രിക്ക് വരുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 7 വയസ്സുള്ള കുട്ടി ജനിക്കുന്നതിന് മുൻപുള്ള ശരാശരിയാണ് വേണ്ടത്. 7 വയസ്സുള്ള കുട്ടി ജനിക്കുന്നതിന് മുൻപെന്ന് പറഞ്ഞാൽ 7 വർഷം മുൻപ് അല്ലേ? 7 വർഷം മുൻപുള്ള 7 പേരുടെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. 7 വർഷം മുൻപുള്ള 7 പേരുടെ വയസ്സെന്ന് പറയുമ്പം 7 വെച്ച് മൈനസ് ചെയ്യണം. കാരണം 7 വർഷം മുൻപത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഏജും വരുന്നുണ്ട്. 7 വർഷം മുൻപ് 7 പേരുടെ വയസ്സ് 7 വീതം കുറയും. അപ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര കുറയും നോക്കണം. 49 കുറയും. 49 എന്തിൽ നിന്നാണ്? ടോട്ടൽ തുകയിൽ നിന്നാണ് 49 കുറയുന്നത്. 147 - 49 ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. 17 - 9 അങ്ങനെയുള്ളത് ഞാൻ 8 ഡയറക്റ്റ് എടുത്ത് എഴുതിയതാണ്. ഇനി നമുക്ക് 13 - 4 ചെയ്യണം, അത് 9. അപ്പം എത്ര കിട്ടി? 98 കിട്ടി. ഇനി എന്താണ്? കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ള ശരാശരി കണ്ടാൽ മതി. കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ള ശരാശരി എങ്ങനെ കാണും? 98/7 ചെയ്താൽ മതി.
8/7 14 ഉത്തരം. സിമ്പിളാണ്. 7 വർഷം മുൻപുള്ള 7 പേരുടെ വയസ്സിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. 49. എന്നിട്ട് ടോട്ടൽ തന്നിരിക്കുന്ന തുകയിൽ നിന്ന് 49 കുറച്ചിട്ട് 98. ഈ 98 ബൈ കുട്ടിയെ കൂട്ടാതെ ബാക്കിയുള്ള 7 പേരുടെ ശരാശരി കാണുക 14. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല ഇതിനകത്തൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മനസ്സിലായി എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ലോങ് വീഡിയോ ആയിരുന്നു. ആവറേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആയതുകൊണ്ട് എല്ലാം കവർ ചെയ്ത് വീഡിയോ ഇടാവുമെന്ന് എനിക്കുണ്ടായിരുന്നു, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലോങ് വീഡിയോ ആയത്. എല്ലാവരും കാണുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു.